കണ്ടല്ലോ, വഴി കിട്ടുന്നില്ലേ? എത്തി നോക്കി പേടിക്കരുത്. മുന്നിലേക്ക് ചെല്ലും തോറും മാഡത്തിന് അടുത്തടുത്ത സ്ഥലം കാണാൻ പറ്റും. ആ ഗ്ലാസ് താത്താക്കി കുറച്ചു നേരത്തേക്ക് കാറ്റ് കിട്ടും, ഇതിന്റെ മേളിൽ ഇറങ്ങുന്നത് വരെ. ഓക്കെ അല്ലേ? ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കും. എങ്ങോട്ടാ പോകണ്ട, അങ്ങോട്ടേക്ക് പൊസിഷൻ ചെയ്തില്ല. കുഴപ്പമില്ല, കുഴിയിൽ വീണോട്ടെ. ഓക്കെ, ബ്രേക്ക് ലൂസ് ചെയ്യും. ഞാൻ അതാ പറഞ്ഞ, ബ്രേക്കിലാണ് കൺട്രോൾ ഇരിക്കുന്നത്. സ്ലോ ചെയ്ത് തിരിഞ്ഞു പോവാം. മാഡത്തിന് ആവശ്യമുള്ള സമയം ബ്രേക്കിൽ എടുത്തോണം. കണ്ടാ, ടേണായി വരുന്നില്ലേ? നേരെ ആക്കി വാ. ഓക്കെ അല്ലേ? എങ്ങോട്ടോ ടേൺ ചെയ്യണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെറുതായിട്ട് ടേൺ ചെയ്ത് വരട്ടെ. കയറിക്കോട്ടെ, ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കും. ഓക്കെ, ഇനി ബ്രേക്ക് ചെയ്യാൻ പാടില്ല. കയറ്റം കയറണമെങ്കിൽ ക്ലച്ച് ഫ്രീ ആക്കും മാഡം. ഇത്തിരി ആക്സിലേറ്റർ കൊടുക്കും. അങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ ആക്സിലേറ്റർ കൊടുത്തു. നമുക്ക് ലെഫ്റ്റിൽ ഇറങ്ങാവേ. കൈ വിട്ട് കളഞ്ഞ സ്റ്റിയറിംഗ്. തിരിക്കട്ടെ. മതി, ആക്സിലേറ്റർ വേണ്ട. ബ്രേക്ക് അല്ലുക, നേരെ ആക്കുക. എളുപ്പം നേരെ ആക്കുക. ആ കയറ്റം നേരത്തെ മേഡം തലയിൽ കയറ്റി വെച്ചിരുന്നു, ശരിയല്ലേ? നേരെ ആക്കി. നേരെ ഓക്കെയാണ്. ഇനി നമുക്ക് നീങ്ങാവാം. ക്ലച്ച് ഫ്രീ ആക്കി കൊടുക്കും. വണ്ടിക്ക് ഒരു ചെറിയ വേഗത വേണ്ടേ? ഇപ്പം നമ്മുടെ സ്പീഡ് നോക്കിക്കേ, 10+ വന്നില്ലേ? ആക്സിലേറ്റർ കുറയ്ക്കും, ക്ലച്ച് മുഴുവൻ ചവിട്ട്. നമുക്ക് ഏത് ഗിയറാണ് ഇടാൻ പറ്റുന്നത്? ഇട്. ഓക്കെ, ക്ലച്ച് ഫ്രീ ആക്കി കൊടുത്തു. ഫ്രീ ആക്കിയില്ല, അതുകൊണ്ടാണ് വണ്ടി ഇത്ര വേഗത്തിൽ പോകുന്നത്. ക്ലച്ച് ഫ്രീ ആക്കിയില്ല മാഡം. ഇപ്പൊ ക്ലച്ച് ചവിട്ടി പിടിച്ചിരിക്കുക. ഈ വണ്ടിയെ നിയന്ത്രിക്കണമെങ്കിൽ എന്താ നമുക്ക് വേണ്ടത്? അല്ല, ബ്രേക്ക് വരണം. വരട്ടെ. ബ്രേക്ക് വന്നില്ല. ഇപ്പോഴും ടെൻഷനാ. ബ്രേക്ക് വരട്ടെ. കണ്ട, ബ്രേക്ക് വരുമ്പോ വണ്ടിയുടെ വേഗത നിയന്ത്രണമാവും. നോക്കി തിരിഞ്ഞു. ക്ലച്ച് പയ്യെ ഫ്രീ ആക്കി കൊടുക്കും. ക്ലച്ച് ഫ്രീ ആക്കി റിലീസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, മാഡത്തിന് മുന്നിലൊരു ഇറക്കമാണ് അല്ലെങ്കിൽ ഡീപ്പാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ ഒഴിവാക്കുക. എന്നിട്ട് ബ്രേക്കിൽ വണ്ടിയെ കൺട്രോൾ ചെയ്യുക. സ്പീഡ് കൂടുതലല്ലേ, അപ്പോൾ ആക്സിലേറ്റർ ഒഴിവാക്കുക. എന്നിട്ട് ബ്രേക്കിൽ വണ്ടിയെ മാഡത്തിന് പറ്റുന്ന വേഗത്തിലേക്ക് സ്ലോ ചെയ്ത് കൊടുക്കും. വേഗത്തിലേക്ക്, മാഡത്തിന് പേടി തോന്നാത്തൊരു വേഗതയിലേക്ക് ബ്രേക്കിൽ സ്ലോ ചെയ്യും വണ്ടിയെ. ബ്രേക്കിൽ വന്നിട്ടില്ല, സ്ലോ ആകുന്ന ഫീൽ ചെയ്യണം. സ്ലോ ആയിട്ടില്ല ഇപ്പോഴും. ഇല്ല, കണ്ട, ഇപ്പോഴല്ലേ സ്ലോ ആയത്? നീങ്ങണം തോന്നിയല്ല. അത് തന്നെ. വീണ്ടും ജംഗ്ഷനാണ്, നമുക്ക് അവിടെ നിൽക്കണം. അപ്പൊ ക്ലച്ച് വേണം, ബ്രേക്കും വേണം. കണ്ട, ഇത്തിരി കൂടെ നീങ്ങണമെങ്കില്ല. ഇത് ഇറക്കമായതുകൊണ്ട് ബ്രേക്ക് മാത്രം ലൂസ് ചെയ്താൽ മതി, ക്ലച്ച് വിടണ്ട. കണ്ട, വീണ്ടും ബ്രേക്കിൽ പ്രസ് ചെയ്തു പോവാം. ഇത് വെറുതെ തുടക്കത്തിന് വേണ്ടി ഞാൻ പറയുന്നത് കേട്ടാ. ഇത് മാറ്റണം ഇനി ഈ ശൈലം. വീണ്ടും ബ്രേക്ക് ഇത്തിരി ലൂസ് ചെയ്യും, പിന്നെ ബ്രേക്ക് ഒന്ന് പ്രസ് ചെയ്തു പോവാം. പ്രസ് ചെയ്യും. നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഇൻഡിക്കേറ്റർ. ഓക്കെ, ബ്രേക്ക് ലൂസ് ചെയ്യുന്നതനുസരിച്ച് ഈ വണ്ടിയെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാം. തിരിഞ്ഞില്ല, നിർത്ത്. തിരിഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്ത് മാഡത്തിന് ചെയ്യണമെങ്കിലും അതിനുള്ള സമയം ബ്രേക്കിൽ എടുത്തോണം. മാഡം റിലീസ് ചെയ്യുമ്പോഴേ ഈ വണ്ടി നീങ്ങുള്ളൂ. എനിക്ക് എങ്ങനെ പോകണ്ടെന്ന് തോന്നിയാൽ വീണ്ടും ബ്രേക്കിനെ ടൈറ്റ് ചെയ്ത് വണ്ടിയെ നിയന്ത്രിച്ചോണം. ഓക്കെ, ചെറുതായിട്ട് ലൂസ് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുപോകാം. തിരിയട്ടെ. എളുപ്പം പോകുന്നെന്ന് തോന്നിയാൽ വീണ്ടും ബ്രേക്കിൽ ഹാർഡ് ചെയ്തോണം. ബ്രേക്ക്. കണ്ട, ഇനി നീങ്ങണം തോന്നുമ്പോൾ ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്ക്. ഓക്കെ ആണോ? സ്ട്രൈറ്റ് ചെയ്ത് പോവാ. അതുപോലെ വരട്ടെ. ബ്രേക്ക് ഫ്രീ ആക്കി, ക്ലച്ച് ഇത്തിരി ലൂസാക്കി കൊടുക്കും. പൊടിക്ക് മതി. ഓക്കെ അല്ലേ? സൈഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാ. മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സൈഡിലേക്ക് പോവാം. ആ നിഴലിലൊന്ന് നിർത്തണം എനിക്ക് വണ്ടി. എന്താ ഞാൻ ചെയ്യേണ്ടത് നിർത്തണമെങ്കിൽ? അതെ, ആദ്യം ബ്രേക്കിൽ കാല് കൊണ്ടുപോവാം. എന്നിട്ട് ക്ലച്ച് മുഴുവനായിട്ട് ചവിട്ട്. വണ്ടിയെ സൈഡിലോട്ട് ഒതുക്ക്. നീങ്ങുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? വിട്ട് കളയരുത്. വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ക്ലച്ച് ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത്? ഹാഫ് ക്ലച്ച് ആവണം. ആയി. ഇനി ബ്രേക്ക് ലൂസ് ചെയ്യും. ഇനി നേരെയാക്കി കൊണ്ടുപോയി എവിടെയാ സൈഡിലേക്ക് കൊണ്ടുപോകേണ്ടത്? ആ സൈഡിലേക്ക് വണ്ടി വിട്ടു കൊടുക്കുക. കണ്ടാ, വണ്ടി വരുന്നതനുസരിച്ച് അതിനെ ലെവൽ ചെയ്ത് കൊടുക്കും. നേരെ
കണ്ടാ നിർത്തണം തോന്നുമ്പോൾ വീണ്ടും ക്ലച്ച് പ്രസ് ചെയ്യും, എന്നിട്ട് ബ്രേക്കും പ്രസ് ചെയ്യും. ഓക്കെയാണോ? ഓക്കെ. മാഡത്തിന് എവിടെ വണ്ടി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ടെൻഷൻ തോന്നുന്നോ, ബ്രേക്കിൽ കാല് കൊണ്ടുവരണം. വെറുതെ കൊണ്ടുവന്ന് വെച്ചാൽ പോരാ, മാഡത്തിന് സ്വയമേ ഫീൽ ചെയ്യണം ഈ വണ്ടിയുടെ വേഗത കുറയുന്നുണ്ട്. ഇല്ലെങ്കിൽ വീണ്ടും ബ്രേക്കിൽ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെയാണ്? ബ്രേക്ക് വരുന്നതിനനുസരിച്ച് ക്ലച്ചും സപ്പോർട്ട് ചെയ്ത് കൂടെ വരണം. ഓക്കെയാണ്? എങ്കിലേ ഓഫ് ആകാതെ വണ്ടി നിൽക്കുള്ളൂ. ആദ്യം ക്ലച്ച് അല്ല, ആദ്യം ബ്രേക്കാണ്. ബ്രേക്ക് വരുന്നതിനനുസരിച്ച് ക്ലച്ച് ഈക്വൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കണം അതിന്റെ കൂടെ. ഓക്കെയാണ്? ഫസ്റ്റ് ബ്രേക്ക് ചവിട്ടി ക്ലച്ച് അതിനോട് കുറച്ചും കൂടെ അതിനൊപ്പം അതുപോലെ ലെവൽ ചെയ്ത് കൊണ്ടുപോകാൻ കഴുത്തുള്ളിട്ട് അങ്ങനെ എത്തി നോക്കിയാലേ. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ആക്സിലേറ്റർ ഇല്ലാതെ വണ്ടിയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഇവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, കാരണം റോഡ് മുഴുവൻ കുഴിയാ. നമ്മുടെ സൈഡ് മെയിൻറ്റെയിൻ ചെയ്തതിന് കൊണ്ടാണ്. അത്ര ആരോഗ്യം വേണ്ട തിരിക്കാനായിട്ട്. വണ്ടി വരുന്നുണ്ടെന്ന് ഫീൽ ചെയ്ത് അതിനനുസരിച്ച് കൊണ്ടുവന്നാൽ മതി. ഈ കയറ്റം കയറണമെങ്കിൽ ചെറിയൊരു ആക്സിലേറ്റർ വേണം, നമ്മുടെ സൈഡിലും ആയിരിക്കണം വണ്ടി. ഓക്കെ? നമ്മുടെ സൈഡിലാണല്ലോ അല്ലേ? ആണോ? ഇനി നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? നോക്കി മാറിക്കൊടുക്കും. ക്ലച്ച് ചവിട്ടി, അപ്പൊ ബ്രേക്കാ ചവിട്ടിയത്. വിട്ട് കളയരുതേ, വിടരുതേ. നമ്മുടെ ആ വേഗത നഷ്ടമായി. നോക്ക് എന്ത് പറ്റിയതാ? ബ്രേക്ക് ചെയ്ത്. ശരിയല്ലേ? ഫസ്റ്റ് ഗിയർ ഗിയർ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കരുത് ആ സമയത്ത്. ഓക്കെയാണ്? വീണ്ടും ഹാഫ് ക്ലച്ച് ആക്കും. ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കും. വണ്ടി നമ്മുടെ സൈഡിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ഓക്കെയാണോ? പതിയെ വേഗത വരട്ടെ. ക്ലച്ച് റിലീസ് ചെയ്യുന്നതനുസരിച്ച് പതിയെ വേഗത കൊണ്ടുപോകാം. ഈ ഫസ്റ്റ് ഗിയറിൻ്റെ ഒരു മിനിമം വേഗത വരട്ടെ. വന്നോ? ആക്സിലേറ്റർ ഒഴിവാക്കിയേക്ക്. ക്ലച്ച് മുഴുവൻ ചവിട്ട്. ഏത് ഗിയർ ആക്കണം? ആക്ക്. ക്ലച്ച് ഫ്രീ ആക്കി കൊടുക്ക്. എപ്പോൾ ക്ലച്ച് മുഴുവൻ ഫ്രീ ആകുന്നു അപ്പോൾ ആക്സിലേറ്റർ കൊടുത്താൽ മതി. ഓക്കെ? ഇനി ആക്സിലേറ്റർ വരട്ടെ. മനസ്സിലാവുന്നില്ല മാഡത്തിന്? എനിക്കിവിടെ സൈഡിൽ നിർത്തണം. അപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടത്? ആക്സിലേറ്റർ വേണ്ട, വണ്ടി സൈഡിലേക്ക് കൊണ്ടുപോകാം. ക്ലച്ച് പ്രസ് ചെയ്ത് ബ്രേക്ക് പയ്യെ പ്രസ് ചെയ്ത് വണ്ടിയെ നിർത്തും. ഓക്കെയാണോ? ഇനി നീങ്ങണമെങ്കിൽ എനിക്ക് പോകില്ല, കാരണം വണ്ടിക്ക് മൂവ്മെന്റ് ഇല്ല ഇപ്പൊ. ഇനി മൂവ് ചെയ്യണമെങ്കിൽ ന്യൂട്രലാക്കിയിട്ട് ഫസ്റ്റ് ഗിയർ ഇടും. ഓക്കെ? വീണ്ടും പോട്ടെ. ഹാഫ് ക്ലച്ച് ആവണം. മതി, കൂടുതലായി പോയി. സ്റ്റാർട്ട് ചെയ്യും വീണ്ടും. ഹാഫ് ക്ലച്ച് ആക്കും. ഇല്ല, ഹാഫ് ക്ലച്ചിൽ വരട്ടെ. ഇല്ല, ഒരിക്കലൂടെ ക്ലച്ച് റിലീസ് ചെയ്യും അനങ്ങാനായിട്ട്. മതി, ഇനി റിലീസ് ആവരുത്. മൂവാകുന്നാണ്ടാ. ഇനി ക്ലച്ച് ഫ്രീ ആക്കിക്കോ. ആയാ? ഇനി എന്താ വേണ്ടേ? ആക്സിലേറ്റർ. ഗിയർ അല്ല, ആക്സിലേറ്റർ കൊടുത്താലേ വണ്ടിക്ക് വേഗത വരത്തുള്ളൂ. ഓക്കെ? വേഗതയായില്ലേ? ആക്സിലേറ്റർ ഒഴിവാക്ക്. ക്ലച്ച് മുഴുവൻ ചവിട്ട്. രണ്ടാമത്തെ ഗിയർ. ക്ലച്ച് ഫ്രീ ആക്കാൻ തുടങ്ങി. ഫ്രീ ആക്കി വാ. ഇല്ല, താമസിച്ചു പോയി. വീണ്ടും ക്ലച്ച് ചവിട്ട്. ഫസ്റ്റ് ഗിയർ ഇട്. ബ്രേക്ക് ചെയ്യും. ഫസ്റ്റ് ഗിയർ ഇട്. വീണ്ടും ഹാഫ് ക്ലച്ച് ആക്കി. ബ്രേക്കല്ല, ബ്രേക്ക് വിടരുത്, പുറകോട്ട് പോകും. കയറ്റത്തിലാണ് വണ്ടി നിൽക്കുന്നത്. ബ്രേക്ക് അങ്ങനെ പോകാതിരിക്കാൻ ഹാഫ് ക്ലച്ചിൽ വരട്ടെ. അല്ല, കയറ്റത്തിൽ നിൽക്കുക വണ്ടി. ബ്രേക്ക് വിട്ടാൽ വണ്ടി പുറകിലേക്ക് പോകും, കാരണം പുറകിൽ ഇറക്കവാ. പകുതി ക്ലച്ച് ലൂസാക്കണം, അപ്പോൾ വണ്ടി മുന്നിലേക്ക് പോകാൻ റെഡിയാവും. ആക്കിയാ വണ്ടി ഒരു വിറവൽ വന്നിട്ടുണ്ടോ? വൈബ്രേഷൻ ഇപ്പോഴാണ് വന്നത്. ഇപ്പോഴാണ് വണ്ടി മുന്നിലേക്ക് പോകാൻ റെഡിയായത്. ഇനി ബ്രേക്ക് ലൂസ് ചെയ്തോ, അപ്പോൾ പിന്നിലേക്ക് പോവില്ല. കണ്ടാ? ഓക്കെ? ഇനി മാഡത്തിന് ക്വിക്കായിട്ട് നീങ്ങണമെങ്കിൽ ചെറിയൊരു ആക്സിലേറ്റർ മതി. ക്ലച്ച് എടുത്തിട്ട് റിലീസ് ചെയ്ത് കൊടുക്കും. കണ്ടാ? ഓക്കെ? വീണ്ടും ഇവിടെ നിർത്തി നോക്ക്. ക്ലച്ച് ചെയ്യും, ബ്രേക്കിലും പോകും.
നിർത്ത്, നിൽക്കട്ടെ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് എടുത്ത് നോക്കിയാൽ വണ്ടി മുന്നിലേക്ക് വീണ്ടും ബ്രേക്ക് വിട്ട് കളഞ്ഞാൽ വണ്ടി പുറകിലേക്ക് പോകും. അപ്പോൾ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടിയെ മുന്നിലേക്ക് നീങ്ങുന്ന രീതിയിലാക്കണം. കണ്ട, മുന്നിലേക്ക് പോകാൻ റെഡിയായി. ഇനി ബ്രേക്ക് ലൂസ് ചെയ്യാം. ഓക്കെ, മുന്നിലേക്ക് ക്വിക്കായിട്ട് നീങ്ങണമെങ്കിൽ ആക്സിലേറ്റർ സപ്പോർട്ട് ചെയ്ത് മുന്നിലേക്ക് പോവാം. സപ്പോർട്ട് കൊടുക്കുക ആക്സിലേറ്ററിൽ. എന്നിട്ട് അതിനനുസരിച്ച് ക്ലച്ച് ലൂസാക്കിയാൽ വണ്ടി നീങ്ങും. കണ്ട, വീണ്ടും ഇവിടെ നിർത്ത്, ക്ലച്ചും ബ്രേക്കും ചെയ്യും. ഓക്കെ, മേഡം ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്ത് നോക്കിയേ. പുറയിലേക്ക് പോകണം. കണ്ട, ബ്രേക്ക് പുറയിലേക്ക് പോകാതെ മുന്നിലേക്ക് പോകണമെങ്കിൽ ക്ലച്ച് ആദ്യം റിലീസ് ചെയ്ത് വണ്ടിയെ മുന്നിലേക്ക് നീങ്ങാനുള്ള രീതിയിൽ ആക്കി നിർത്തണം. അങ്ങനെ ആക്കി നിർത്തും. ഓക്കെ ഓക്കെ, ഇനി ബ്രേക്ക് ലൂസ് ചെയ്തേര്. കണ്ടാ, വീണ്ടും നിർത്ത്, ക്ലച്ച് ഔട്ട്, ബ്രേക്ക് ഔട്ട്. ഓക്കെ, ബ്രേക്ക് ഒന്ന് വിട്ട് നോക്കിയാൽ പുറയിലേക്ക് പോകും. നിർത്ത്. അപ്പൊ ഇനി ഇവിടുന്ന് എടുക്കണമെങ്കിൽ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ എന്താ സംഭവിച്ചേ? അതായത് ഇല്ല, ലേറ്റ് ആയി പോയതല്ല, ആക്സിലേറ്റർ വന്ന ഉടനെ മേഡം ക്ലച്ച് വിട്ട് കളഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടില്ല. രണ്ടും ഈക്വൽ ആയിട്ട് ഉണ്ടാവണം, ബാലൻസ്ഡ് ആയിരിക്കണം വണ്ടി നീങ്ങുന്നത് വരെ. സ്റ്റാർട്ട് ചെയ്യും, ബ്രേക്ക് ഔട്ട്, സ്റ്റാർട്ട് ചെയ്യും. പാമ്പാണെന്ന് തോന്നുന്നു കേട്ടോ. പുറയിലേക്ക് പോകും. ഇനി വീണ്ടും എടുക്കും ഇവിടുന്ന്. ബ്രേക്ക് ഫ്രീ ആക്കും. ആക്സിലേറ്റർ സപ്പോർട്ട് വരട്ടെ, ക്ലച്ച് വിടരുത്. ക്ലച്ച് അനങ്ങിയ വണ്ടി നിന്ന് പോകും. ഓക്കെ അല്ലേ? വണ്ടിക്ക് ഒരു മൂവ്മെന്റ് കിട്ടാതെ മേഡത്തിന് ആ ക്ലച്ചിനെ റിലീസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണോ? വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, ക്ലച്ചും ചവിട്ടി ബ്രേക്കും ചവിട്ടി സ്റ്റാർട്ട് ചെയ്യും. ഹാഫ് ക്ലച്ച് ആക്കാം. നമുക്ക് ഇത് പഠിച്ചാലേ മേഡത്തിന്റെ വണ്ടിയിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റുള്ളൂ. ബ്രേക്ക് ഫ്രീ ആക്കുക. ക്ലച്ചിനെ അനങ്ങാൻ പാടില്ല. ആക്സിലേറ്റർ സപ്പോർട്ട് വരട്ടെ. വീണ്ടും ബ്രേക്ക് ചെയ്യും, ബ്രേക്ക് ചെയ്യും, ക്ലച്ചും ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഹാഫ് ക്ലച്ച് ആക്കി. എൻ്റെ ഈ വണ്ടി നശിച്ചാലും കുഴപ്പമില്ല, അവിടെ ഇത് പഠിക്കാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. സ്റ്റാർട്ട് ചെയ്യും, ഹാഫ് ക്ലച്ച്. ധൃതി പിടിക്കാതിരുന്നാൽ മതി. ബ്രേക്ക് ഉള്ളത്രയും കാലം ഈ വണ്ടിക്ക് ഒന്നും സംഭവിക്കില്ല. ബ്രേക്ക് ഫ്രീ ആക്കി. ആക്സിലേറ്ററിൽ സപ്പോർട്ട് പോവാം. ഓക്കെ ആണോ? നിർത്ത്, ബ്രേക്ക്. വീണ്ടും ഇവിടുന്ന് എടുക്കും, ബ്രേക്ക് ഫ്രീ ആക്കിയെടുക്കും. ആക്സിലേറ്റർ. ഓക്കെ, നിർത്ത്, ബ്രേക്ക്. വീണ്ടും എടുക്കും, മതി. ആക്സിലേറ്റർ. ക്ലച്ച് അനങ്ങരുത്. ഓക്കെ, നിർത്ത്, ബ്രേക്ക് ചെയ്യും. വീണ്ടും എടുക്കും, ബ്രേക്ക് ഫ്രീ ആക്കും. ക്ലച്ച് അനങ്ങാൻ പാടില്ല, അനങ്ങിയാൽ വണ്ടി ഓഫ് ആവും. ഓക്കെ ആണോ? വണ്ടിക്ക് ഒരു മൂവ്മെന്റ് കിട്ടാൻ മേഡത്തിന് ആ ക്ലച്ചിനെ ഫ്രീ ആക്കാൻ പറ്റില്ല. ഓട്ടെ, ഇനി ക്ലച്ച് ഫ്രീ ആക്കിക്കോ, കാരണം വണ്ടി മൂവ് ആയി തുടങ്ങി. ഓക്കെ, ഇനി ആക്സിലേറ്റർ ഇല്ലെങ്കിലും വണ്ടി ഈ ഒരു വേഗത കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും ഒരു കയറ്റം വരുന്നത് വരെ. ഓക്കെ ആണോ? ഇനി ആക്സിലേറ്റർ കൊടുത്തു. എന്ത് പറ്റി? ഞാനൊരു പരിചയക്കാരുടെ ആരുടെ വീടാണ്, അങ്ങോട്ട് പോകാൻ പോകാം. ഇല്ല, നേരെ പേരെന്തുവായിരുന്നു? നമുക്ക് നമ്മുടെ സൈഡ് കീപ്പ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ചിന്റെ ആവശ്യം ഇനി ഇല്ല കേട്ടാ. ക്ലച്ച് കുറച്ചുകൂടെ ഫ്രീ ആക്കി വിട്ടേക്കും മേഡം. എടുക്കാം. ഇനി നമുക്ക് ആവശ്യമില്ല, കാരണം നമ്മൾ ആക്സിലേറ്ററിലാണ് വണ്ടിയെ കൊണ്ടുപോകുന്നത്. ഇനി നമുക്കൊരു ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ല ക്ലച്ച് ആവശ്യമുള്ളൂ. താഴ്ത്തി കൊടുക്കണം. ഓക്കെ ആണോ? വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ബ്രേക്കും വേണം, അല്ലെങ്കിൽ വണ്ടി ഇറങ്ങിപ്പോവും. സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ,
ഇറക്കമായതുകൊണ്ട് ബ്രേക്ക് ലൂസ് ചെയ്താൽ വണ്ടി നീങ്ങും. അത് നോക്കും, നമുക്ക് പോകേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്ത് വിട്ടു കൊടുക്കും. അങ്ങനെ ബ്രേക്ക് ചെയ്ത് ബലം പിടിച്ചാൽ വണ്ടി നിൽക്കില്ല, ബ്രേക്ക് ചെയ്താലേ നിൽക്കുള്ളൂ. പുറകിൽ നിന്ന് വണ്ടി ഉണ്ടോ നോക്കും. ആ എന്നാൽ പതിയെ റോഡിൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഓക്കെ അല്ലേ? ബ്രേക്ക് ഒഴിവാക്കി കൊടുക്കിനി, ക്ലച്ച് ഒഴിവാക്കി കൊടുക്ക്. ഇറക്കമായതുകൊണ്ട് വണ്ടി ഉരുണ്ട് പോയിക്കോളും. ഓക്കെയാണോ? നമുക്കൊരു വേഗത വന്നിട്ടുണ്ടോ? അപ്പോൾ ആക്സിലേറ്റർ കുറയ്ക്ക്, ക്ലച്ച് എളുപ്പം ചവിട്ട്, രണ്ടാമത്തെ ഗിയറാക്ക്. ക്ലച്ച് ഫ്രീ ആക്കി കൊടുക്കും. ബ്രേക്ക് ഔട്ടരുത്, ഇപ്പോഴും ബ്രേക്ക് ചവിട്ടി ബ്രേക്ക് വിട്ട് കൊടുക്കും. ആക്സിലേറ്റർ വിടും, ആക്സിലേറ്റർ. അങ്ങനെ ഞാൻ സപ്പോർട്ട് ചെയ്തതാണേ, അത്രയും വേണ്ട. ക്ലച്ച് മുഴുവൻ റിലീസ് ചെയ്ത് കൊടുക്കും. ഓക്കെയാണോ? മാഡം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ആക്സിലേറ്റർ കൊടുക്കും. നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുന്നത് എന്തിനാ? വേഗത കൂട്ടാനാ. അപ്പം നമ്മൾ ബ്രേക്ക് ചെയ്താൽ നമ്മുടെ വേഗത നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്, അല്ലേ? ഓട്ടെ, ഇവിടെ ഒന്ന് വണ്ടി നിർത്തും. ഈ നിഴലിൽ കറക്റ്റ്, ഈ നിഴലിൽ ഇവിടെ അടിക്കുമ്പോൾ വണ്ടി നിർത്തും. ഓക്കെ, ഫസ്റ്റ് ഗിയർ പുറകിലേക്ക് ബ്രേക്ക് വിട്ടു കൊടുത്താൽ പുറകിൽ പോകും. ഇനി വണ്ടി എടുക്കുന്നു. ഓഫായി പോയി. വീണ്ടും ബ്രേക്ക് ഒഴിവാക്കണം. ഓക്കെ, എന്നിട്ട് സപ്പോർട്ട് വരണം. അങ്ങനെ വണ്ടി എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചാൽ ആ ലെവലിൽ റോഡിലേക്ക്. ഓക്കെ ആണോ? വീണ്ടും ഇവിടെ നിർത്ത്, ക്ലച്ച് ഔട്ട്, ബ്രേക്ക് ചെയ്ത് നിർത്ത്. ഓക്കെ, വീണ്ടും ഇവിടെ നിർത്തും. ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ്, നമ്മൾ ഗിയർ മാറ്റിയില്ലല്ലോ. ഹാഫ് ക്ലച്ച് ആവണം, ബ്രേക്ക് ഫ്രീ ആക്കണം. താമസിച്ചു പോയി, വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ബ്രേക്ക് ഫ്രീ ആക്കണം, ആക്സിലേറ്റർ സപ്പോർട്ട് ചെയ്യണം. റോഡിലേക്ക് സപ്പോർട്ട് ചെയ്ത് വണ്ടിയെ കൊണ്ടുവരണം. ഓക്കെ ആണോ? വിട്ടുകൊടുത്തു. ഈ കൈ താഴെ ഉണ്ടാവരുത്, ഇവിടെ മേളിലുണ്ടാവണം. കേട്ടോ? ആക്സിലേറ്ററിലായി വണ്ടി എന്ന് തോന്നിയാൽ ക്ലച്ച് റിലീസ് ചെയ്തു. ഓക്കെ, നമ്മൾ മാക്സിമം സ്പീഡായില്ലേ ഫസ്റ്റ് ഗിയറിൻ്റെ? അപ്പോൾ ആക്സിലേറ്റർ കുറയ്ക്കും, ക്ലച്ച് മുഴുവൻ ചവിട്ടും, സെക്കൻഡ് ഗിയർ ആക്കും. ബ്രേക്ക് ചെയ്യരുത്, ക്ലച്ച് ഫ്രീ ആക്കി കൊടുക്കും. ക്ലച്ച് മുഴുവൻ ഫ്രീ ആക്കി കൊടുക്കും. ഉരുണ്ടോണ്ടിരിക്കുന്ന വണ്ടിക്ക് പിന്നെ ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല, എളുപ്പം നമുക്ക് ഫ്രീ ആക്കി കൊടുക്കാം. നമ്മുടെ വേഗത കൂടുന്നുണ്ടെന്ന് തോന്നിയാൽ ബ്രേക്കിൽ ബാലൻസ് ചെയ്ത് കൊടുക്കുക. സൈഡ് നോക്കി അങ്ങനെ. ഓക്കെ അല്ലേ? വീണ്ടും ആ വേഗത കുറഞ്ഞു നോർമലായി തോന്നിയാൽ ബ്രേക്ക് വിട്ടിട്ട് വീണ്ടും ആക്സിലേറ്ററിൽ വണ്ടിയെ മെയിൻറ്റെയിൻ ചെയ്യും. ഒഴിവാക്കി കൊടുക്കണം, എന്നിട്ട് ടേൺ ചെയ്ത് വരട്ടെ. ആരോഗ്യം അപ്പോഴും വരുന്നുണ്ട്. പോട്ടെ, എതിരെ വരുന്ന വണ്ടിയെ നമ്മുടെ സൈഡേ ശ്രദ്ധിക്കാവൂ. ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിക്കണം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി അകലും തോന്നിയാൽ വണ്ടി ഞാൻ പറഞ്ഞുതരാം. മാഡം ആദ്യം ഒന്ന് ഫ്രീ ആവട്ടെ. നമ്മളിപ്പോൾ തുടങ്ങിയത് ആക്സിലേറ്റർ ഒഴിവാക്കി, അത്രയൊന്നും വേണ്ട. ഞാൻ പറയില്ല ആരോഗ്യം ഉപയോഗിക്കരുത്, പോട്ടെ, ബുദ്ധിയെ ഉപയോഗിക്കാവുള്ളൂ. പോട്ടെ, കയറ്റമാണ്, അപ്പോൾ ആക്സിലേറ്റർ ഇല്ലെങ്കിൽ ഈ വണ്ടി നീങ്ങില്ല. ഒരു സപ്പോർട്ട് അത് തന്നെ, അത്രേ ഉള്ളൂ. അവരെ നോക്കിയിരിക്കരുത്, നമ്മുടെ സ്പേസ് നോക്കിയിരിക്കണം. ഇടതുവശത്താണ് നമ്മുടെ സ്പേസ്, ശരിയല്ലേ? വണ്ടി ഉണ്ടോ എന്ന് മാത്രം നോക്ക്. പുറകിൽ ഇല്ല. ഇത് ഈ മുൻഭാഗം കറങ്ങി ഇങ്ങ് വരും. എവിടം വരെ പോകാമോ നമുക്കൊരു തടസ്സമായിട്ട് തോന്നെടുത്ത് വരുമ്പോൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തിക്കണം. അപ്പം പയ്യെ വിട്ടു കൊടുക്കും, അത്രയും മതി. വണ്ടി പയ്യെ ഉരുളുന്നുണ്ട്, ക്ലച്ച് വിടരുത്. ഓക്കെ, ക്ലച്ച് ചവിട്ടും, ബ്രേക്ക് ആ ബൈക്ക് പോട്ടെ, ബ്രേക്ക്. കാറും വരുന്നുണ്ട് പുറകിൽ, ഓട്ടോറിക്ഷയും വരുന്നുണ്ട്. ഓക്കെ ആണോ?
ക്ലച്ച് ആക്കി മതി. ബ്രേക്ക് വിട്ടോളൂ, കാലെടുക്കരുത്, ക്ലച്ച് ഔട്ട്. ഇനി മുന്നിലേക്ക് പോകാൻ പറ്റില്ലേ? ബ്രേക്ക് ഹാഫ് ക്ലച്ച് ആക്ക് മതി. വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഹാഫ് ക്ലച്ച് ആക്ക്. ആരെ ശ്രദ്ധിക്കരുത്, മതി. ബ്രേക്ക് ഒഴിവാക്കും, ക്ലച്ച് ഔട്ട്. മുന്നിലേക്ക് പോവുക. ഇനി കുറച്ചുകൂടെ പോകത്തില്ലേ? വണ്ടി ഓഫായിട്ടില്ല, ഓഫായിട്ടില്ല. താക്കോലെ പിടിക്കുക. ആ ഇത്തിരി മുന്നിലേക്ക് എടുക്കുക. ഇനി പോകത്തില്ലേ? പോരെ, നിർത്ത്. ബ്രേക്ക്. ആ ഇനി എന്ത് ചെയ്യണം? റിവേഴ്സ് ഇത് ന്യൂട്രലാക്കിയിട്ട് ആ എങ്ങോട്ട് തിരിക്കണം? പോരുതേ 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 പോരുത്. എങ്ങോട്ട് തിരിക്കണം? ആ തിരിക്കും, മുഴുവൻ തിരിക്കും. എളുപ്പം തിരിക്കും, എളുപ്പം തിരിക്കും, എളുപ്പം തിരിക്കും. ആ സാറേ വായിക്കോട്ടെ, മുഴുവൻ തിരിക്കും. ഓക്കെയാണോ? എവിടെയൊക്കെ നോക്കണം? ഇതാ ഇവിടെ വണ്ടി ഉണ്ടോ നോക്കണം, ആ സൈഡിൽ വണ്ടി ഉണ്ടോ നോക്കണം. ഓക്കെ അല്ലേ? ഈ മിറർ നോക്കണം. വണ്ടി ഇങ്ങനെ കോർണർ ചെയ്ത് ഇങ്ങോട്ട് വരും. വാ, വണ്ടി ഇല്ലല്ലോ. ഹാഫ് ക്ലച്ച് ആക്ക്. ഇവിടെ ശ്രദ്ധിക്കും. ഒന്നുകൂടെ സ്റ്റാർട്ട്. ഈ ബോഡി ലൈൻ നേരെ അങ്ങോട്ടേക്ക് ടേൺ ചെയ്ത് കിട്ടുമ്പോൾ നിർത്തണം. ഹാഫ് ക്ലച്ച് ആക്ക്. ആ അങ്ങനെ വരട്ടെ. സ്റ്റാർട്ട് ചെയ്യും.